3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാകുന്ന നരകത്തിൽ, ആ നരകത്തെ തൊട്ട് നിന്റെ കുടുംബത്തെ നീ സൂക്ഷിക്കണേ. നിന്റെ ഭാര്യ അതിലേക്ക് വീഴാതെ, നീ അതിലേക്ക് പോകാതെ, നിന്റെ സ്വന്തം ശരീരത്തെ മാത്രം സംരക്ഷിച്ചാൽ പോരാ. മക്കളോടുള്ള കടമയെന്ന് പറഞ്ഞാൽ മക്കൾക്ക് MBBS ബിരുദം കൊടുക്കാൻ ചൈനയിലേക്ക് ടിക്കറ്റെടുത്ത് അതിനുവേണ്ടി പരിശ്രമിക്കലല്ല, ദുന്യവിയാകുന്നത് വിദ്യാഭ്യാസം കൊടുക്കൽ മാത്രമല്ല. കത്തിച്ചുലിക്കുന്ന നരകത്തെ തൊട്ട് മക്കളെ കാത്തു സംരക്ഷിക്ക ഏത് വാപ്പയ്ക്കാണ് കഴിഞ്ഞിട്ടുള്ളത്? പ്രിയപ്പെട്ട വാപ്പാ, നീയാണ് ഏറ്റവും വലിയ വിജയി എന്നറിയണേ. നരകത്തെ തൊട്ട് മക്കളെ കാക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സംരക്ഷണം. ആഖിറം മക്കൾക്ക് സംരക്ഷണം കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കൾക്ക് അദബ് പഠിപ്പിക്കണം, ഗുരുത്വം പഠിപ്പിക്കണം, ദീൻ പഠിപ്പിക്കണം. അത് എവിടെ നിന്ന് കിട്ടുക? അത് മദ്രസയിൽ നിന്ന്, അത് പള്ളികളിൽ നിന്ന്, ദറസുകളിൽ നിന്ന്, ദീനീ സ്ഥാപനങ്ങളിൽ നിന്ന്, അത് മാതാപിതാക്കൾ അവരുടെ ഭാഗത്ത് നിന്ന് അവരും പഠിപ്പിക്കണം. അപ്പായും ഉമ്മായും അവരും പഠിപ്പിച്ചു കൊടുക്കണം, നന്മകൾ ഉപദേശിക്കണം. അല്ലാതെ എല്ലാം പള്ളിയിലെ ഉസ്താദിനെ ഏൽപ്പിച്ചു പറ്റൂല. ചിലര് പരാതി പറയാനുണ്ട്, അവിടെ നിന്ന് ഓതാൻ വിട്ടിട്ട് ഒരു കാര്യമില്ല, അവന് അടുത്ത ഉസ്താദുമാരും കണക്കാണ്, ഓതലും കണക്കാണ് എന്ന് കുറ്റം പറയാറുണ്ട്. ഇത് ഓദിക്കുന്നതിന്റെ കുഴപ്പമില്ല, മകൻ ഓതിയതിന്റെ കുഴപ്പം കൂടിയുണ്ട്. കാരണം ഇവനെ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച്, ആ ദറസയിൽ നിന്ന് പഠിപ്പിച്ചിട്ട് ഇവൻ വീട്ടിൽ വന്നിട്ട് 10 എന്തെങ്കിലും ഓതുന്ന ഷാമരുവിനെ എന്താ പരിപാടി? ഉമ്മായും പാപ്പായും കൂടെ തലേന്നിരുന്ന് റീൽസ് ചെയ്തായിരുന്നു, കിണറ്റിന്റെ കരയിരുന്നുണ്ട്, അത് കണ്ടോണ്ടിരിക്കും മക്കള്. അല്ലാഹു നമ്മളൊക്കെ 60 കഴിഞ്ഞ ഉമ്മയും 80 കഴിഞ്ഞ വല്യുപ്പയും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാ? റീൽസ് പാട്ടുപാടി അതിരുന്ന് കാണുകയാണ് മക്കൾ മഗ്‌രിബ് കഴിഞ്ഞ്. പിന്നെ എങ്ങനെ മക്കള് നന്നാവും? എന്നിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ വല്യമ്മ പിന്നെ നാളെ ചെയ്യത്തില്ലല്ലോ. ഇപ്പൊ കിണറിന്റെ കര, നാളെ ആറ്റിൻ കരയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണം. അപ്പൊ ലൈക്ക് കൊടുത്തിട്ടേക്കും ആയത്ത്. അപ്പൊ പിറ്റേ ദിവസം ആറ്റിൻ കരയിൽ പോയി നിന്നുണ്ടോ, പിന്നെ കടലിന്റെ മേളിൽ കയറി, ഒരു പാലത്തിന്റെ മേളിൽ കയറി തുള്ളി താഴോട്ട്, അതോടുകൂടി തീർന്നു, റീൽസ് അവസാനിച്ചു. അല്ലാഹു മുളക്കാക്കുമാറാ. ഇതിങ്ങനെ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ മക്കൾ എല്ലാ ദിവസവും മഗ്‌രിബ് കഴിഞ്ഞ് ഇത് കാണുകയാണ്. കാരണം എന്താ? മഗ്‌രിബ് കഴിഞ്ഞ് ഖുർആൻ ഓതലില്ല, തബാറക സൂറത്തില്ല, സൂറത്തുൽ മുൽക്കില്ല, വാക്കിയില്ല, യാസീനില്ല, ഒന്നും വീട്ടിലില്ല. ഉമ്മ അപ്പുറത്തിരുന്നിട്ട് തോണ്ടലോടെ തോണ്ടല്, യാ മൊബൈല്. വാപ്പ തോണ്ടാൻ തുടങ്ങി മഗ്‌രിബ് കഴിഞ്ഞു, അസർ കഴിഞ്ഞ് തുടങ്ങി, ഇതുവരെ തോണ്ടി തീർന്നിട്ടില്ല. അപ്പൊ ജോലി കഴിഞ്ഞ് വന്നാൽ മൂല തോണ്ടലോടെ തോണ്ടും. മഗ്‌രിബിന് പള്ളിയിൽ പോയിട്ടില്ല, ഇത് തന്നെ കളി. ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുക. ഫേസ്ബുക്കിൽ കയറുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നു, യൂട്യൂബിൽ കയറുന്നു, അവിടെ കയറുന്നു, ഇവിടെ കയറുന്നു, എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. വീണ്ടും ഇറങ്ങി വരുന്നു, വീണ്ടും ഫേസ്ബുക്ക്, വീണ്ടും ഇൻസ്റ്റാഗ്രാം, വീണ്ടും അങ്ങോട്ട്. ഇത് തന്നെ റോളിങ് ഫുള്ള്. പിന്നെ വാട്സാപ്പിൽ 2 വോയിസ് മെസ്സേജ് വീട്ടുകാരറിയാതെ പതുക്കെ. ഇതൊക്കെ തരികിട പരിപാടികൾ. ആരെങ്കിലുമൊക്കെ വിളിക്കാണ്ട് പതുക്കെ രഹസ്യമായിട്ടിരുന്ന് വിളി, സൊറ പറച്ചില്, കഥ പറച്ചില്. ഇത് കണ്ടുകൊണ്ട് വളരുന്ന മക്കള് പിന്നെ എങ്ങനെ ഖുർആൻ എടുക്കും? അതാണ് എന്റെ ചോദ്യം. വാപ്പായുമായി മൊബൈലൊന്ന് മാറ്റിവെക്കി, ഇശാമഗ്‌രിബിനിടയിൽ മക്കളും മാറ്റിവെക്കും ഉറപ്പാണ്. വാപ്പായുമായും ഖുർആാനെടുക്ക കൈകളിൽ, മക്കള് ഖുർആൻ കൈകളിൽ എടുക്കും ഉറപ്പാണ്. ഒരു പഴയ തലമുറ നമുക്കുണ്ടായിരുന്നു. ഇശാമഗ്‌രിബിനിടയിൽ മൗലിദ് ഓതിയിരുന്ന, റാത്തീബ് ചൊല്ലിയിരുന്ന, പവിത്രമാക്കപ്പെട്ടതാകുന്ന യാസീൻ ഓതിയിരുന്ന, വിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ വാഖിയ ഓതിക്കൊണ്ട് ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടി പരിശുദ്ധ പ്രവാചകനെ പഠിപ്പിച്ച സൂറത്തുകളെ പരിചയിച്ചിരുന്ന, ഖബർ ജീവിതത്തിന്റെ മോക്ഷം കിട്ടാനും രക്ഷ കിട്ടാനും പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിരുന്ന ഒരു മഹനീയമാക്കപ്പെട്ട തലമുറ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഇശാമഗ്‌രിബിനിടയിൽ നമ്മൾ മൊബൈൽ എടുത്തു, മക്കൾ മൊബൈൽ എടുത്തു. നമ്മൾ സീരിയൽ കാണുന്നു, മക്കളും കുടുംബവും ഒരുമിച്ചിരുന്ന് കാണുന്നു. ആണോ അല്ലയോ? അതുകൊണ്ട് ആദ്യം നമ്മൾ നന്നാവണം. അപ്പായുമായ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. അപ്പായും ഉമ്മയാണ് മക്കളെ പിഴപ്പിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് മാറ്റി വെച്ചോ, എന്നാ പിന്നെ കുടുംബം നന്നാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പറയാം, ബാടാ മക്കളെ ബാ ബാ, നമുക്ക് കുറച്ചു നേരം ദിക്റല്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കലിമത്താനി ഹബീബത്താനി റഹ്മാൻ ഫഖീലത്താനി ഫിൽ മീസാൻ.
അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള, എന്നാൽ നാളെ നന്മ തിന്മകൾ തൂക്കുന്നതാകുന്ന തുലാസിൽ നന്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഭാരം കൂട്ടുന്ന, റബ്ബിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള, നാവിന്മേൽ എളുപ്പമുള്ളതാകുന്ന ഏറ്റവും മഹനീയമായ ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കൽ, അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന വാക്യമാണ്, നാവിന്മേൽ ലഘുവാക്കപ്പെട്ടതാകുന്ന ദിക്റാണ്. എന്നാൽ നാളെ മഹ്ശറയിൽ നന്മ തിന്മകൾ തൂക്കുമ്പോൾ നന്മയുടെ തുലാസിൽ ഏറ്റവും ഭാരമുള്ള ദിക്റാണിതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര പേര് ചെല്ലുന്നുണ്ട്? മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ ഫീ കുല്ലി യൗമിൻ ഗുഫിറ ലഹു സയ്യിദുനാ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ആരെങ്കിലും 100 വട്ടം ഒരു ദിവസം ചൊല്ലിയാൽ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മഗ്‌രിബിന് മുമ്പ് 10 മിനിറ്റ് മതിയല്ലോ. ആ സമയത്താണ് നമ്മളെല്ലാ ഒച്ചപ്പാടും ബഹളവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ സമയത്തൊക്കെ ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണ്. പ്രത്യേകിച്ച് റമദാൻ സമയങ്ങളിൽ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സമയമാണത്. റമദാന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്ന സമയമാണ് മഗ്‌രിബിന് തൊട്ടു മുമ്പുള്ളത്. ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള സമയം. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന വേളയിൽ ഇജാബത്ത്, നോമ്പുകാരൻ നോമ്പ് പിടിച്ചുകൊണ്ട് അവൻ തുറക്കുന്നത് വരെ ഇജാബത്ത് ഉറപ്പാൻ. പ്രത്യേകിച്ച് നോമ്പ് തുറയുടെ സമയം, ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം, അല്ലാത്ത ദിവസങ്ങളിൽ തന്നെ ദുആഇന് ഇജാബത്താ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുആഇന് ഉത്തരം ചെയ്യണം, നല്ലതുപോലെ ദുആ ചെയ്യണം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അല്ലാഹുവേ, ആ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. മാതാപിതാക്കളോട് അല്ലാഹു പറയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുടുംബത്തെയും ശ്രദ്ധിക്കണം. അഹ്ല് അയ്യാൽ എന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യ, മക്കളാണ്. ശരിക്കും ശ്രദ്ധിക്കണം. അവരോട് എപ്പോഴും ദീൻ കൊണ്ട് നസീഹത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നരകത്തിൽ അകപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നരകത്തിലേതാകുന്ന കത്തിക്കപ്പെടുന്ന വസ്തു, അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ദുഷിച്ച ജനങ്ങളെയും ഭീമാകാരമാകുന്ന പാറക്കല്ലുകളുമാണ് നരകത്തിലിട്ട് കത്തിക്കുക. ഒരു കല്ല് ചൂട് പിടിച്ചാൽ പിന്നെ അതിന്റെ ചൂട് ശമിക്കാൻ വളരെ പ്രയാസമാണ്. അവനുള്ളത് തീക്കനല്, തീക്കട്ട എന്നൊക്കെ നമ്മൾ പറയൂലേ. ഉദാഹരണത്തിന് ഈ താഴെ വിരിച്ചിരിക്കുന്നതാകുന്ന ഈ കല്ലുകൾ നല്ല നട്ടുച്ച സമയത്ത് നമ്മൾ ചെരുപ്പില്ലാതെ ഇതിലൂടെ നടക്കാൻ പ്രയാസമാണ്. കാല് നല്ലതുപോലെ പൊള്ളും. പാറക്കല്ലാണ്, പറയേണ്ടതില്ല, നല്ല ചൂടായിരിക്കും, അതികഠിനമായ ചൂടാണ്. അതുകൊണ്ടാണല്ലോ പഴയ കാലത്ത് തീ എങ്ങനെയാ വരുന്നത്? കല്ല് ഉരസിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? തീ ഉണ്ടാക്കുന്നത്. ഇപ്പോഴാണ് തീപ്പെട്ടി സംഭവമൊക്കെ വന്നത്. അപ്പൊ ഓൾറെഡി അത് തീയാണ്, അതിൽ ഉരസിക്കഴിഞ്ഞാൽ തീയ, അതിനകത്തോട്ട് ചൂട് പിടിച്ചാലോ അല്ലാ, പിന്നെ ചൂടൊരിക്കലും ശമിക്കൂല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വേറെ ഒരു കരവസ്തുവിനെയും ഒന്നും പറയാതെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. നരകത്തിലിട്ടുകൊണ്ട് കത്തിക്കപ്പെടുന്നത് മനുഷ്യനെയും വലിയ കല്ലുകളുമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഹജർ എന്ന് പറഞ്ഞാൽ ഒരു കല്ല്, ഹിജാറ പല കല്ലുകൾ ചേർത്ത് വെച്ച് കത്തിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. 3000 വർഷമാണ് നരകത്തിലിട്ട് കത്തിച്ചത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഉഖിദന്നാറു അൽഫ സന ഹത്ത ഹമറത് ثم ഉഖിദ അൽഫ സന ഹത്ത ബിയല്ലത് ثم ഉഖിദ അൽഫ സന ഹത്ത സവദത് വഹിയ സൗദാഉൻ മുളിമാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ
സാബ. നരകമെന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കുന്നത് പോലെ രണ്ട് വിറകുകൊള്ളികളെ ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കുന്നതായി നരകത്തെ കാണരുതേ, കാണരുതേ. ഊഖിദന്നാറു അൽഫസന. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചത്, നരകത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി റസൂലുള്ളാഹി വ്യക്തമായി പഠിപ്പിക്കുകയാണ്. 1000 വർഷമാണ് രാവും പകലും നിരന്തരമായി നരകത്തെ അല്ലാഹു കത്തിക്കുന്നത്. ഹത്താ ഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നുപോയി. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. ചുവന്ന് തുടുത്തതാകുന്ന നരകത്തിന്റെ നിറം മാറിയിട്ട് അത് വെളുപ്പ് നിറത്തിലേക്ക് പോയത്രേ. നിർത്തുന്നില്ല അല്ലാഹു. 2000 വർഷം രാവും പകലും നിരന്തരമായി കത്തിക്കപ്പെട്ടതാകുന്ന നരകത്തെ വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കാൻ അല്ലാഹു ഓർഡറിടുകയാണ്. 3000 വർഷമാണ് നരകത്തെ അല്ലാഹു തയ്യാറാക്കുന്നത്. 1000 വർഷം കഴിഞ്ഞപ്പോൾ ചുവപ്പ് നിറത്തിലേക്ക് നരകം മാറ്റപ്പെട്ടു. നിർത്തിയില്ല, വീണ്ടും 1000 കൂടി കത്തിക്കാൻ ഓർഡറിടുകയാണ്. 2000 വർഷം പൂർത്തിയായപ്പോൾ ചുവപ്പ് മാറി വെളുപ്പ് നിറത്തിലേക്ക് മാറ്റപ്പെട്ടു. അല്ലാഹു നിർത്തുന്നില്ല, വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കാൻ ഓർഡറിടുകയാണ്. 3000 വർഷം രാവും പകലും നിരന്തരമായി കത്തിക്കപ്പെട്ടതിന്റെ പേരിൽ ചുവപ്പ് മാറി വെളുപ്പിലേക്ക് വന്ന നരകത്തിന്റെ നിറം വീണ്ടും മാറ്റപ്പെടുകയാണ്. അത് വല്ലാതെ കറുത്തുപോയി. സാബ വഹിയ സൗദാഉൻ മുളിമാ. ആര് കണ്ടാല് പേടിക്കുന്നതായ ഭയാനകമാകുന്ന ഇരുൾമുത്തിയതാകുന്ന തലത്തിലേക്ക് നരകത്തിന്റെ നിറം കറുകറുപ്പായി മാറി. സാബ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കടക്കലുള്ള സംഭ്രമത്തിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകത്തെ കത്തിച്ചിട്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. വലൗ ജുമിയ ഹതബു ദുനിയാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് ഒരു മരുഭൂമിയിലിട്ടുകൊണ്ട് ഒറ്റക്കിട്ട് കത്തിച്ചാൽ ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും അതൊക്കെ മുറിച്ചൊരു ചെറിയ തടിക്കഷ്ണങ്ങളാക്കി കൊണ്ടുവന്ന് ഒരു വലിയ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ട് ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാൽ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. നരകത്തിന്റെ ജഹന്നം എന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് തന്നെ അത് വളരെ ചെറിയതാണ്, ചെറുതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയ നരകങ്ങൾ ധാരാളമാണ്. ഒന്ന് ജഹന്നമാണ്, മറ്റൊന്ന് ഹുതമയാണ്, മറ്റൊന്ന് ഹാവിയാണ്, മറ്റൊന്ന് ലളായാണ്. ഇതുപോലെ പരിചയപ്പെടുത്തിയതാകുന്ന നരകമാണ് ജഹന്നം. എന്താണ് ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ലിഅന്നഹു യതജഹമു വുജൂഹർ റിജാലി വന്നിസാ. എന്റെ ഉമ്മത്തിൽ നിന്ന് തെറ്റുകൾ ചെയ്യുന്ന വൻപാപികളായ ആളുകളില്ലേ, കള്ളുകുടിക്കുന്നവരില്ലേ, പലിശ തിന്നുന്നവരില്ലേ, മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്ന വിചരിക്കുന്ന ആളുകളില്ലേ, ആളുകളെ കൊലപാതകം നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളില്ലേ, ശിർക്കിന്റെ വാഹകരില്ലേ, അവരെ നരകത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ജഹന്നം എന്ന് പറയുന്ന നരകമാണ്. സുമ്മിയ ജഹന്നമു ലിഅന്നഹു യതജഹമു വുജൂഹർ റിജാലി വന്നിസാ. വൻപാപികളാകുന്ന ആൺകുട്ടികളെ, വൻപാപികളാകുന്ന സ്ത്രീകളുടെ മുഖകമലത്തിൻ്റെതാകുന്ന ചർമ്മങ്ങൾ മുഴുവനും ആ നരകം കാർന്ന് തിന്നുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ലോകത്തുള്ളതാകുന്ന മുഴുവൻ വൃക്ഷലതാദികളും ശരിക്കും ശ്രദ്ധിക്കണേ, കാതുകൊടുത്ത് കേൾക്കണേ പ്രിയപ്പെട്ട ഉമ്മ. വലൗ ജുമിയ ഹതബു ദുനിയാ കുല്ലഹാ. ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികൾ മുഴുവനും അത് പരക്കശങ്ങളാക്കി കൊണ്ടുവന്ന് വിറകുകൊള്ളികളാക്കി കൊണ്ടുവന്ന് അത് മുഴുവനും ഇട്ട് കത്തിച്ചാലും കേവലം സംഭ്രമത്ത് പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന ഈ വൃക്ഷലതാദികൾ മാത്രമല്ല, കടക്കിലുള്ള വൃക്ഷലതാദികൾ മാത്രമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളതാകുന്ന വനാന്തരങ്ങളിലുള്ളതും അല്ലാത്തതുമാകുന്ന വൃക്ഷലതാദികൾ മാത്രമല്ല, മനുഷ്യൻ ഇന്ന് വരെ സഞ്ചരിച്ച് കണ്ടു തീർക്കാത്ത ആമസോൺ
മഴക്കാടുകളിൽ ഉള്ളതാകുന്ന മുഴുവൻ വൃക്ഷലതാദികളടക്കം ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും എല്ലാം കൂടി ഒരുമിച്ചിട്ട് കത്തിച്ചാലും ലഖാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ, ജഹന്നം എന്ന് പറയുന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് 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 സഹാബ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ ജഹന്നം എന്ന് പറയുന്ന നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അത്രത്തോളം വിശാലമായി പഠിപ്പിച്ചുവെങ്കിൽ ഖുർആൻ പറയുന്നത് ശരിക്കും കേൾക്കണേ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ള വിശ്വാസികളെ, സംഭ്രമത്തുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങളൊന്ന് സൂക്ഷിക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ. വയസ്സ് 20 വയസ്സ് 30 കഴിഞ്ഞില്ലേ, വയസ്സ് 40 കഴിഞ്ഞില്ലേ, വയസ്സ് 50 60 എത്തിയില്ലേ, താടി രോമങ്ങൾ നരച്ചില്ലേ, തലയിലെ രോമകൂപങ്ങൾ നരച്ചില്ലേ, ഇനിയും സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളാതെ, ഇനിയും സീരിയൽ ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കാതെ, ഇനിയും അശ്ലീലതയിലേക്ക് പോകാതെ, ഇനിയും കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളാതെ, ഇനിയും ശരീരത്തെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകാതെ, ഇനിയും റീൽസ് കളിച്ചുകൊണ്ട് ജീവിതത്തെ ഹോമിക്കാതെ, അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കണേ, നിങ്ങളൊന്ന് സൂക്ഷിക്കണേ. പോരാ വഅഹ്ലീകും നാറാ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ചോരപ്പൈതലുകൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയും മക്കളും, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബത്തെയും, നിങ്ങൾ ആശ്രിതരായി കഴിയുന്ന കുടുംബങ്ങളെയും കത്തിച്ചുരുക്കുന്ന നരകത്തെ തൊട്ടൊന്ന് സൂക്ഷിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നരകം എന്താണെന്ന് പഠിച്ചാലേ നരകത്തെ തൊട്ടുള്ള സംരക്ഷണം പഠിക്കുള്ളൂ. അതിന് ഞാൻ നരകത്തിന്റെ ഒരു സാമ്പിൾ പറഞ്ഞത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരു ഹദീസ് കൂടി പറഞ്ഞുതരാം, അപ്പൊ ശരിക്കും മനസ്സിലാവും എന്താണ് നരകം. നരകം അല്ല എന്റെ വിഷയം, നരകം എന്നുള്ള വിഷയം തന്നെ വിനീതം പറഞ്ഞത് യൂട്യൂബിലുണ്ട്, കേൾക്കുന്നത് നല്ലതാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. സമയം പോലെ കേട്ടോളൂ, ഒരുപാട് മാറ്റം ഉണ്ടാവും. അല്ലാഹു നമുക്ക് നല്ല മാറ്റങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതിലേക്ക് പോകുന്നില്ല. ഒരിക്കൽ സ്വഹാബത്ത് വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറയുമോ ഹബീബേ? നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ ഒന്ന് പറഞ്ഞു തരണം. فقال رسول الله صلى الله عليه وسلم, ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരില്ല. നരകത്തിന്റെ ഏറ്റവും ചെറുത് വേണമെങ്കിൽ പറയാ, കേൾക്കാൻ കഴിയുമെങ്കിൽ കേൾക്കണേ. ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബാ മല്ലഹു നഅലാനി വശറാഖാൻ. നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇതിൽ ചെറുതുണ്ടോന്ന് ആരും ചോദിക്കണ്ട. ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബ, നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ, ഏറ്റവും ലൈറ്റ്. നമ്മൾ പറയല്ലോ വളരെ ലൈറ്റ് ആയിട്ടുള്ളത് തന്നാ മതി, വലിയ കുഴപ്പമില്ല. ഹരിയാല ഇതിലൂടെ നടക്കണം, ഇവിടെ ഭയങ്കര ചൂടാണ്, കുഴപ്പമില്ല, എന്തെങ്കിലും ഇതല്ലാതെ വേറെ വല്ല വഴിയുണ്ടോ? ലൈറ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ളതായി പറയാം, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ഇതിൽ ചെറുത് ചോദിച്ചാൽ കൂടി അല്ലണ്ട, ശരിക്കും മനസ്സിലായിക്കും എന്താണത്. ഹദീസിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബാ, 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തിലെ ഏറ്റവും ചെറിയതാകുന്ന ശിക്ഷ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മല്ലഹു നഅലാനി വശറാഖാൻ. ബാത്റൂമിലേക്ക് പോകുമ്പോൾ ധരിക്കുന്നതാകുന്ന ഹവായി ചെരുപ്പ് പോലെ 2 വള്ളികളുള്ള ചെരുപ്പ് നരകത്തിലേക്ക് കടന്നാലുടനെ കാലിലേക്ക് ഇട്ടുകൊടുക്കുമത്രേ. 2 ചെരുപ്പ് അവന്റെ കാലിലേക്ക് ധരിപ്പിക്കുകയാണ്, 1 ജോഡി ചെരുപ്പ് അവന്റെ കാലിൽ ഇട്ടുകൊടുക്കുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യുഖലാ മിൻഹാ ദിമാഉഹു കമാ യഖലിൽ മിർജലു. കറിയിൽ വെക്കുന്നതാകുന്ന എണ്ണ, നല്ലതുപോലെ തീ കത്തി പിടിക്കുന്നതാകുന്ന ചട്ടിയിലേക്ക് എണ്ണയൊഴിക്കുമ്പോൾ അത് തിളച്ച് മറിയുന്നത് പോലെ അവന്റെ തലച്ചോറതിന്റെ ചൂട് കാരണമായിട്ട് തിളച്ചിട്ട് പുറത്തേക്ക് വെന്തുരുകി വരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാലിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ ചൂട് അവന്റേതാകുന്ന ഉച്ചിയിലേക്ക് എത്തുകയാണ്. അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ ആമാശയത്തിലൂടെ, അവന്റെ അന്നനാളത്തിലൂടെ
അവന്റെ തലച്ചോറിലേക്ക് എത്തുകയാണ്. തലച്ചോറ് സെക്കൻഡിനുള്ളിൽ തന്നെ വെന്തുരുകി പുറത്തേക്ക് വരുമേ, പുറത്തേക്ക് വരുമേ. യുഗ്ലാമിൻ ഹാദിമാഹു കമാ യഗ്ലിൽ മിർജലൂ. കറിവെക്കുന്ന ചട്ടിയിൽ എണ്ണ തിളച്ചെന്ന് പറയുന്നത് പോലെ അവന്റെ തലച്ചോറ് ആ ചെരുപ്പിനാലുള്ള ചൂട് കാരണമായി പുറത്തേക്ക് വെന്തുരുകി വരുമേ. ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബാ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഇതാണ്, ഇതാണ്, ഇതാണ് സഹാബ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഇവിടെ സിനിമ കാണുന്നവരും സീരിയൽ ദർശിക്കുന്നവരും സിനിമാക്കാരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിന്റെ പിറകെ സിനിമ പിടിക്കാനും രാവും പകലും ഓടുന്ന ആളുകൾ. സിനിമയൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി 10 ദിവസം കൊണ്ട് 1000 കോടി, 12 ദിവസം കൊണ്ട് 1500 കോടി. പുതിയ പുതിയ സിനിമകൾ വരുന്നത് അങ്ങനെയാണ്. കോടികൾക്കൊന്നും ഒരു കണക്കില്ല, അതൊന്നും ഒരു വിഷയമില്ലാത്ത രീതിയിലേക്ക് എത്തി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലേ? ഇതൊക്കെ ആരെ കൊണ്ടുപോയി ചെലവഴിക്കുന്നത്? ലക്ഷങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്ന സമൂഹം. സിനിമ പിടിക്കാൻ ഞാൻ ഡയറക്ടറാകാം, ഞാൻ പ്രൊഡ്യൂസറാകാം, എനിക്ക് എങ്ങനെയെങ്കിലും ദുനിയാവ് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിലേതാകുന്ന നേതാക്കൾ, സമുന്നതരായ വ്യക്തിത്വങ്ങൾ, ഒരു കാലഘട്ടത്തിൽ മഹലിന്റേതാകുന്ന ഭാരവാഹിത്വം വഹിച്ചിരുന്നതാകുന്ന പരിപാലന സമിതിയങ്ങൾപ്പെട്ട വലിയ വലിയ ഹാജിയാക്കന്മാർ വരെ സിനിമ പിടിക്കാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് ഈ കാലഘട്ടം മാറി. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഭൗതികതയുടെ ലാഭം മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ട് ഈ തലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ അറിയപ്പെട്ട ധനികനാണ്, സമ്പന്നനാണ്. അള്ളാഹുവിന്റെ പള്ളിക്കുന്നവരെ നയാ പൈസ കൊടുത്തിട്ടില്ല, ദീനിനു വേണ്ടി സഹായിച്ചിട്ടില്ല. പള്ളിയുടെ വിഷയങ്ങൾക്ക് ചോദിക്കുമ്പോ തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ, എത്രയോ സമ്പത്തുള്ള മനുഷ്യൻ. പക്ഷെ സിനിമ പിടിക്കാൻ ഇറങ്ങാൻ, സിനിമ പിടിക്കാൻ പോവാൻ. സിനിമ പിടിച്ചോളാം, എനിക്ക് ഇന്ന നടിയുടെ തോളത്തൊന്ന് കൈയിടാൻ റാഹത്തിട്ട് അവസരം കിട്ടുക, അത് ഉറപ്പിച്ചവരാണ്. എന്നാ ഞാൻ സിനിമ റിലീസ് ചെയ്താണ്, എനിക്ക് ആ പെണ്ണിന്റെ തോളത്തൊന്ന് കൈയിട്ടിട്ട് ഫോട്ടോ കിട്ടിയാൽ മതി, ആയിക്കോട്ടെ. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. മുമ്പ് കാബയുടെ കില്ല പിടിച്ചതിന്റെ മഹത്വം പറഞ്ഞ് പള്ളിയിലിരുന്ന് ക്ലാസ് എടുത്ത മനുഷ്യന്, പണ്ട് കാബയുടെ വാതിൽ പിടിച്ച മനുഷ്യൻ ഇന്ന് അവൻ അന്യ പെണ്ണിന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ വലിയ താല്പര്യം കാണിച്ചുകൊണ്ട് നടക്കുന്നു. അല്ലേ? ആർക്കാ വിഷയം? ദുനിയാവിന്റെ പിറകോട്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ ഏറ്റവും നന്ദി കെട്ടവനാണ്, അവൻ സമ്പത്തിനോട് അത്യാർത്തിയുള്ളവനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാ തെറ്റുകൾക്കും കൊടപിടിക്കുന്നവരായി ഇന്നത്തെ തലമുറ മാറി. പൈസ കിട്ടിയാൽ മതി, ദുനിയാവിന്റെ പിറകോടാണ്. മക്കളെ ശ്രദ്ധിക്കുന്നില്ല, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, കാര്യങ്ങൾ നടക്കണം. ദുനിയാവിന്റെ പിറകോട്ടോട്ടം. രാവിലെ ഇറങ്ങുന്നു, വൈകുന്നേരം വരെ എവിടെയാ പോകുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്? ഒരു സ്വപ്ന ജീവി പോലെ അവൻ ജീവിതത്തെ കൊണ്ട് നടക്കാൻ. മക്കളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, ദീനിന്റെ വിഷയം ശ്രദ്ധിക്കുന്നില്ല. ആണ് വിഷയം. ബാക്കിയെല്ലാം ഓക്കെയാണ്. ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പാർക്കിൽ കൊണ്ടുപോകുന്നുണ്ട്, മാളിൽ കൊണ്ടുപോകുന്നുണ്ട്, അവിടെ കൊണ്ടുപോകുന്നുണ്ട്, ഇവിടെ കൊണ്ടുപോകുന്നുണ്ട്, സിനിമയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്, എല്ലാ പരിപാടിയുണ്ട്. ഫുഡ് കൊടുക്കും, കുഴിമന്തി വേണോ, റെഡിയാണ്. കിഴി പൊറോട്ട വേണോ, അത് റെഡിയാണ്. വാപ്പാനെ കുഴി എടുത്തിട്ട് വാപ്പാനകത്ത് ഇറങ്ങി ഇന്ന് ബന്ധിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി കൊടുക്കും, രാവിലെ മുതൽ വൈകിട്ട് വരെ. എന്നാൽ ഈ വാപ്പായും മോനെ ഇന്ന് വരെ 2 മിനിറ്റ് ഇരുന്നിട്ട് ഖുർആൻ ഓതുന്നത് കണ്ടിട്ടില്ല. 2 മിനിറ്റ് ഇരുന്നിട്ട് ഉമ്മയും മകളും ദിക്ർ ചെല്ലുന്നത് കണ്ടിട്ടില്ല. അയാൻ പറഞ്ഞ മഗ്‌രിബിന് തൊട്ട് മുമ്പൊക്കെ ഇരുന്ന് ദിക്ർ ചെല്ലാമായിരുന്നു, ഖുർആൻ ഓതാമായിരുന്നു, നിസ്കരിക്കായിരുന്നു. ഒരുമിച്ച് തറാവീഹ് നിസ്കാരം ഉമ്മായും മകളും ഒരുമിച്ചിരുന്ന് നിസ്കരിച്ചുകൂടെ? വീടിന്റെ അകത്തലകൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിക്കൂടെ? വാപ്പ മകനെ പള്ളിയിലേക്ക് ജമാഅത്തിന് കൊണ്ടുവന്നുകൂടെ? നിസ്കരിപ്പിച്ചുകൂടെ? ഇതൊക്കെ ശ്രദ്ധിക്കാതെ പിന്നെ എന്ത് മുസ്ലിം? മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അദ്ദേഹത്തിന്റെ പേരിലാണ്, സൂറത്തുൽ ലുഖ്മാൻ. അമ്പിയാക്കളിൽപ്പെട്ട വ്യക്തിയാണോ അതല്ല വിലായത്തിന്റെ തലം തീർത്തതാണോ? മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കൂടുതൽ മുഫസ്സിരീങ്ങൾ ഇജ്മാഇൽ വന്നത് അദ്ദേഹം വിലായത്തിന്റെ തലം തീർത്ത വ്യക്തിയാണ്, വലിയ വലിയാണ് എന്നാണ് എല്ലാവരും ഐക്യത്തോടു കൂടി പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തട്ടെ, അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നസീബാക്കുമാറാവട്ടെ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ തന്റെ പ്രിയപ്പെട്ട മകനോട് കൊടുക്കുന്ന ഉപദേശമുണ്ട്. യാ ബുനയ്യാ അഖിമിസ്സലാ. സംഭ്രമത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, മക്കൾക്ക് ഇങ്ങനെ ഒരു ഉപദേശം നിങ്ങൾ കൊടുക്കാറുണ്ടോ? അടുത്തിരുത്തിയിട്ട് മക്കളെ ദീൻ ഉപദേശിക്കാറുണ്ടോ? ഈമാനിൻ്റെതാകുന്ന ഭാഗം ഉപദേശിച്ചു കൊടുക്കാറുണ്ടോ?
ബാക്കിയൊക്കെ നമ്മൾ റെഡിയാണ്. അവിടെ ഭക്ഷണം കഴിക്കണം കേട്ടോ നല്ലപോലെ. നീ എന്താ ഭക്ഷണം കഴിക്കാത്ത? ശരിക്കും കഴിച്ചാൽ ഒരു പൊറോട്ട കഴിച്ചിട്ട് നീ എഴുന്നേറ്റാൽ മതി. അത് കൊള്ളാമല്ലോ. അവന് 2 പീസ് ഇട്ട് കൊടുത്തേടി. ഉമ്മാട് പറയാൻ പെണ്ണുങ്ങളോട്, അങ്ങനെ 2 ചിക്കൻ പീസ് ഉണ്ട്, അത് കഴിച്ചിട്ട് നീ എഴുന്നേറ്റാൽ മതി. കുരുത്തം കെട്ടാണ്, നീ കഴിക്കാതിരുന്ന എല്ലാം വലിയ കഴിപ്പിക്കും. ഒരു റക്അത്ത് നിസ്കരിപ്പിക്കാൻ വാപ്പാക്ക് താല്പര്യമില്ല. നമ്മളങ്ങനെയാണ്. മക്കളെ ബൊണ്ണ പോലെ വളർത്താൻ നമ്മൾ വലിയ ഇഷ്ടം. എടാ മക്കൾ വലിയ പൊണ്ണത്തടിയായിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ചില ഉമ്മമാർക്ക് അങ്ങനെ ഉണ്ട്. എന്റെ പൊന്നുമോനൊന്നും കഴിച്ചില്ല, ഇന്നലെ ഒന്നും കഴിച്ചില്ല, ഇന്നലെ ഒന്നും കഴിച്ചില്ല, ഇന്നലെ ഒന്നും കഴിച്ചില്ല. എന്ത് കഴിച്ചത്? കുട്ടികൾക്ക് വിശക്കുമ്പോൾ അവർ കരയും, കരച്ചിൽ വരും, കരയും. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. അവർ വിശപ്പടക്കാനുള്ളത് അവർ കഴിക്കും. അല്ലെങ്കിൽ അവർ ഉറങ്ങൂല, രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കും. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിച്ചാൽ മതി. അവരുടെ കാലഘട്ടം പഠിക്കുമ്പോൾ ഈ സംഭവമൊക്കെ മനസ്സിലാവും. നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു കരച്ചിലുമില്ല, സുഖമായിട്ട് കുട്ടിയുടെ ഉറങ്ങാൻ. കുട്ടിയെ നോക്കിയിട്ട് സങ്കടപ്പെടും. ഉമ്മാക്ക് നെഞ്ചിന് ഭയങ്കര തീയാണ്. കാരണം കുഞ്ഞൊന്നും കഴിച്ചില്ല, ഇന്നൊന്നും കഴിച്ചില്ല. കുഞ്ഞ് രാത്രി കഴിക്കാത്ത എന്താ? അതിന് മുമ്പ് അസറിന് ശേഷം നല്ല റായത്തായിട്ട് കഴിച്ചിട്ടുണ്ട്. അവന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കുട്ടികൾ കഴിക്കാത്തത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അവരാവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇനി രോഗാതുരമാകുന്ന അവസ്ഥയാണ്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതല്ലാതെ സാധാരണ രീതിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടെൻഷനും അടിക്കണ്ട. നിങ്ങൾ കുട്ടികളെ കരയും, ആ കരയുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു. എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കുക എന്നല്ലാതെ വൈകിട്ട് 5 പൊറോട്ട കഴിക്കണം, 5 എണ്ണം കഴിച്ചേ പറ്റൂ. നിനക്ക് വേണ്ടി ഉണ്ടാക്കിയത്, ഇത് കഴിച്ചിട്ട് നീ എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവനെ കൊണ്ട് കഴിപ്പിച്ച് ശ്വാസം വിടാൻ മേല ഇങ്ങനെ ഇരിക്കുക. പിന്നെ അവനെങ്ങനെ തറാവീഹ് നിസ്കരിക്കും? പള്ളിയിൽ നിന്നുള്ള പൊറോട്ടയും ബീഫും ഒക്കെ അടിച്ചിട്ട് വന്നിരിക്കുന്നതായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഉമ്മ പിന്നെയും കൊടുത്തിരിക്കുക 4-5 അപ്പവും കറിയും എല്ലാം കൂടെ, 3 മുട്ട അവനെ തലയ്ക്ക് ഒഴിഞ്ഞു കൊടുത്തിരിക്കുക. ഇത് കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങനെ തറാവീഹ് നിസ്കരിക്കും? അവൻ പിന്നെ 8 റക്അത്ത് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകും. കാരണം എന്താ? അവന് മതി. ആ വാദം ഉന്നയിക്കുന്നവരുടെ അടുക്കലേക്ക് അവന് കൂടുതൽ താല്പര്യം. കാരണം ഇതെങ്ങനെ തീർന്നാൽ മതി എന്നവര്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മളാണ് മക്കളെ മടിയന്മാരും അലസന്മാരുമാക്കുന്നത്. ഭക്ഷണമൊക്കെ വളരെ കറക്റ്റ് ലിമിറ്റ് ആക്കണം. എന്തിനാ ഓവർ ഭക്ഷണം? നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഈ 3 നേരം സുഭിക്ഷമായ ഭക്ഷണം. കേരളം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക്, മറ്റു സംസ്ഥാനങ്ങളിലേക്കോ തന്നെ പോയിക്കോ നോക്കുക. യുപിയിലും മറ്റ് ഡൽഹിയിലേക്കോ പോയി നോക്കുക. 2 നേരമേ ഉള്ളൂ. രാവിലെ 10 മണിക്കും ഉണ്ടാവും, പിന്നെ വൈകുന്നേരം 4-5 മണിയാകുമ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാവും. കഴിഞ്ഞ് ഖലാസ്. നമ്മൾ 3 കഴിഞ്ഞ് രാവിലെ ചില ഭാഗങ്ങളിൽ മലബാറിലൊക്കെ 10 മണിക്ക് ഒരു കഞ്ഞിയും കൂടി ഉണ്ട്. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന ഫുഡ്, പിന്നെ 10 മണിയാകുമ്പോൾ ഒരു കഞ്ഞിയും പേറും. അതുകൂടാതെ ഉച്ചയാകുമ്പോൾ ളുഹറാകുമ്പോൾ പിന്നെ ഒരു ഭക്ഷണം, ചോറും കാര്യങ്ങളും. വൈകിട്ട് അസറാകുമ്പോൾ കടിയും മറ്റതെല്ലാം പലഹാരങ്ങളെല്ലാം. പിന്നെ രാത്രിയിലുണ്ട് പിന്നെ ഒരു ഫുഡ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ തുറന്നു വെച്ചിരിക്കുന്ന നൈറ്റ് കടകളിലൊക്കെ പോയി പിന്നെയും കഴിക്കുക. സുബൈ വരെ കഴിപ്പ്. റമദാനിൽ നോമ്പ് പിടിക്കുന്നതാകുന്ന തലമുറയിലെ മക്കളൊക്കെ കണ്ണൂരിൽ തന്നെ, കണ്ണൂർ സിറ്റിയിൽ അവിടെ വലിയ കച്ചവട സംഭവങ്ങളുണ്ട്. അവിടെ മാത്രമല്ല, ഇപ്പൊ എല്ലായിടത്തും വന്നു കഴിഞ്ഞു. നേരം വെളുക്കുന്നവരെ പുലരുവോളം നിൽക്കുന്നതാകുന്ന കടകൾ, അല്ലേ? നല്ല നെയ്ച്ചോറും ബീഫ് കിട്ടുന്ന സ്ഥലം എല്ലാവർക്കും അറിയാം. ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ അങ്ങോട്ടാണ് രാത്രി ഓടുകയാണ്. പല സാധനങ്ങളും വാങ്ങി, ഫാസ്റ്റ് ഫുഡുകൾ വാങ്ങി കഴിച്ച് ഷുഗറും പ്രഷറും മറ്റു രോഗങ്ങളും ഒക്കെ ആയിട്ട് നിലകൊള്ളുന്ന സമൂഹമായി, ആരോഗ്യമില്ലാത്തതാകുന്ന വ്യക്തികളായി, നിസ്കാരത്തോടോ മറ്റു ഇബാദത്തുകളോട് താല്പര്യമില്ലാത്ത സമൂഹമായി നമ്മുടെ തലമുറ മാറി. ഇതൊക്കെ കഴിക്കുന്നു, അതോടൊപ്പം അതിനനുസരിച്ച് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചെയ്യുന്നെങ്കിൽ ഓക്കെ. ഇതതില്ലല്ലോ. കഴിപ്പ് ഒരുപാടാകുമ്പോ പിന്നെ മടിയല്ലേ? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കുലൂ വശറബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ കഴിക്കണേ, കുടിക്കണേ, ദുർവ്യയം ചെയ്യരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ധൂർത്തും ദുർവ്യവും നടത്തുന്നവരെ അല്ലാഹുവിന് പ്രിയമില്ല, ഇഷ്ടമില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വിഭാഗമാണവർ. ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ദൂർത്ത് ചെയ്യുക, ഒരുപാട് വാരി വലിച്ച് കഴിക്കുക, ഒരുപാട് ഓവറാക്കുക, ഒക്കെ ഒരു മിതത്വം പാലിച്ചാൽ നമുക്ക് നല്ല റാഹത്ത. സ്കരിക്കാനൊക്കെ എന്ത് റാഹത്ത, വളരെ സന്തോഷം. അങ്ങനെ ഒരു ശൈലിയിലേക്ക് വരാം. പലരും അത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. റമദാനിൽ തന്നെ കുളിക്കൽ സുന്നത്തായ സമയം രാത്രിയിലാണ്. റമദാനിൽ കുളിക്കൽ സുന്നത്തുള്ള സമയം എപ്പോഴാണ്? രാത്രി. അപ്പൊ എന്ത് ചെയ്യണം? ലൈറ്റായിട്ട് നോമ്പ് തുറന്ന് വന്ന് പള്ളിയിൽ നിന്ന് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നല്ല റാഹത്തായിട്ട് എന്ത് ചെയ്യണം? വീട്ടിൽ വന്ന് നല്ല ഫ്രഷ് ആയിട്ടൊരു കുളി പാസ്സാക്കണം. എന്നിട്ടൊരു ചെറിയ ഭക്ഷണം, എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് 1-2 പത്തിരി, ഒരു 3 പത്തിരി ആയിക്കോട്ടെ, റാഹത്തായിട്ട് കഴിക്കും. എന്നിട്ട് നല്ല റാഹത്തായിട്ട് പോയി ഇശാ നിസ്കരിക്കുക. തറാവീഹ് നല്ല റാഹത്തായിരിക്കും. വൈകിട്ട് വന്നിട്ട് എന്തെങ്കിലും വെള്ളവും കുടിച്ച് നല്ല റാഹത്തായിട്ട് കിടക്കുക.
പോരെ? എന്താണ് നമ്മൾ ഒരു കാരക്കയുടേതാകുന്ന ഒരു ഭാഗം കഴിച്ചിട്ട് നോമ്പ് പിടിച്ചതും നോമ്പ് തുറന്നതുമായ സ്വഹാബത്തിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ സുഭിക്ഷത എന്തിനാ സഹോദരങ്ങൾ? എല്ലാ ദിവസവും മാംസം, എല്ലാ ദിവസവും ഇത് തന്നെ, അങ്ങനെ ഒരു ചിന്താഗതി. അതുകൊണ്ടാണ് ഈ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്, ശരീരമൊക്കെ വളരെ പ്രയാസത്തിലേക്ക് വരുന്നത്. ചുരുക്കത്തിൽ മക്കൾക്ക് ശരീരത്തിന് വലിയ ഘടന ഉണ്ടാക്കി കൊടുക്കുക, അത് വേണം. ഓവറായി എപ്പോഴും പൊണ്ണത്തടിയാക്കി കൊണ്ട് നടക്കുക, അത് പരിശുദ്ധ ഇസ്ലാമിൽ പെട്ടതല്ല. മറിച്ച് നല്ല ആരോഗ്യം, നല്ല പ്രോട്ടീൻ ഉള്ളതാകുന്ന ഭക്ഷണം മക്കൾക്ക് കൊടുക്കുക. ഓരോ ദിവസവും സിസ്റ്റമാറ്റിക് ആക്കുക. ഒരു ദിവസം ഇന്നത്, അടുത്ത ദിവസം ഇന്ന, കടലയും പരിപ്പൊക്കെ ആണെങ്കിൽ അടുത്ത ദിവസം ഇന്നത്, അങ്ങനെ അങ്ങനെ കൊണ്ടുപോകും. നല്ല ഷെഡ്യൂൾ. ഞാനിപ്പോ ഇന്നലെ ഗാന്ധി ഭവൻ സന്ദർശിച്ചു. അപ്പൊ അവിടുത്തെ മെനുയുടെ ലിസ്റ്റ് കണ്ടപ്പോ നമുക്കതിന് അതിശയം തോന്നി. ആഹാ, ഇത് കൊള്ളാവൽ, അത്ര നല്ല ഫസ്റ്റ് നല്ല സെറ്റായിട്ടാണ്. ഒരു ദിവസം ഇഡലി, അടുത്ത ദിവസം ദോശ, അടുത്ത ദിവസം പുട്ട്, കടല, അങ്ങനെ അങ്ങനെ നല്ല വായിക്കുമ്പോൾ തന്നെ നല്ല റാഹത്ത് വരും. ഇത് കൊള്ളാവല്ലോ, നല്ല ഹൈജീനിക് ആയിട്ട് നല്ല വൃത്തിയായിട്ടാണ് കൈകാര്യം ചെയ്തു കൊണ്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അവിടുത്തെ അന്തേവാസികളെയൊക്കെ സന്ദർശിച്ചു. സാധുക്കളായ ഒരുപാട് ആളുകൾ, മാതാപിതാക്കൾ, പ്രായം ചെന്ന മാതാപിതാക്കൾ, ആരോരുമില്ലാത്തതാകുന്ന ആളുകൾ, ഒരാൾ പോലും നോക്കാനില്ലാത്ത, മക്കള് നോക്കാനില്ലാത്ത മാതാപിതാക്കൾ നോക്കാനില്ലാത്തതാകുന്ന മക്കൾ രണ്ടും ഉണ്ട് അവിടെ. അമ്മത്തൊട്ടിലിൽ പോലെ ചെറിയ കുട്ടികൾ, ചിൽഡ്രൻസ്, കുട്ടികളുടേതാകുന്ന അവർക്ക് താമസിക്കാനുള്ള സൗകര്യം. അതിനപ്പുറം എന്നെ അതിശയപ്പെടുത്തി മറ്റൊരു സംഭവം. ഞാൻ മുമ്പ് പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതാണ്. തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും രണ്ട് ഭാഗത്താണ് കേരളത്തിൽ ഭ്രാന്താശുപത്രി ഉള്ളത്, വലിയ ഭ്രാന്താശുപത്രി. ഊളംപാറയും അതുപോലെ തന്നെ കുതിരവട്ടം. ഇതിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ അസുഖം മാറിയ ആളുകൾ, വാപ്പാടെ ഉമ്മാടെയൊക്കെ അസുഖം മാറി, അച്ഛനും അമ്മയുടെ ഒക്കെ അസുഖം മാറിയിട്ട് മക്കളുടെ നമ്പർ എടുത്ത്, ഫോൺ എടുത്ത് വിളിച്ചപ്പോ വാപ്പാടെ അസുഖം മാറി, മോനെ കൊണ്ടുകൊണ്ട് പോയിക്കോ. ഭ്രാന്താശുപത്രി ആണെങ്കിലും ഭ്രാന്ത് മാറ്റിയെടുക്കാമല്ലോ, അതിനുവേണ്ടിയാണല്ലോ അവിടെ കൊണ്ടുപോകുന്നത്, ചികിത്സയാണല്ലോ. അസുഖമൊക്കെ മാറി നോർമൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ 53 പേരോളം അവർ എഴുതിത്തള്ളി സ്വന്തം മാതാപിതാക്കളെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് നോക്കണ്ട. പുതിയ തലമുറയിലെ മക്കളാണിത്. ഇത് ഞാൻ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഒരു കഥയല്ല പറയുന്നത്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം ഈ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഉളമ്പാറയിൽ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഭ്രാന്ത് മാറിയിട്ട് കൊണ്ടുപോകുന്നില്ല. ഇത് മുമ്പ് പത്ര റിപ്പോർട്ട് വന്ന ഞാൻ അന്ന് പ്രസംഗിച്ചുകൊണ്ട്. ഇപ്പൊ ഇന്ന് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ആ വ്യക്തികളെ മുഴുവനും എം.എ. യൂസഫ് അലി സാറിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ഇവിടെ സൗകര്യം ചെയ്തിരിക്കാൻ, ആ മാതാപിതാക്കളെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിരിക്കാൻ, അന്തേവാസികളാക്കിയിരിക്കാൻ ഗാന്ധി ഭവനിലുണ്ട് പത്തനാപുരം. നമ്മൾ പോയി കണ്ടു നോക്കി, കണ്ണു നിറഞ്ഞു പോകും. എത്രയോ സാധുക്കൾ, എത്രയോ പാവങ്ങൾ, ഉണ്ണാനില്ല, ഉടുക്കാനില്ല, ഭക്ഷണം കഴിക്കാനില്ല. ഇതൊന്നുമില്ലെങ്കിലും ഒരു സ്നേഹത്തോടുകൂടിയുള്ള ഒരു നോട്ടം പോലും കിട്ടാത്തതാകുന്ന പട്ടിണി പാവങ്ങൾ. 5 കോടി രൂപ ആദ്യം അവർക്ക് കൊടുത്തു. വീണ്ടും ഒരു 15 കോടിയുടെ മനോഹരമാകുന്ന ഒരു ബിൽഡിംഗ് അവിടെ താമസിക്കുന്ന അമ്മമാർക്ക് വേണ്ടി യൂസഫ് അലി സാഹിബ് കൊടുത്തു. ഇപ്പൊ ചെന്ന് നോക്കുമ്പോൾ പറയുന്നു, തൊട്ടടുത്ത് തന്നെ ബിൽഡിംഗ് കാണിച്ചിട്ട് പറയുന്നു പണി തീരാറായി. 20 കോടി രൂപയുടെ മറ്റൊരു ബിൽഡിംഗ് അച്ഛന്മാർക്ക് വേണ്ടി, ആണുങ്ങൾക്ക് വേണ്ടി, പ്രായം ചെന്നതാകുന്ന ആളുകൾക്ക് വേണ്ടി ഒരു പുതിയ ബിൽഡിംഗ് പണി തീരാറായിരിക്കും. അള്ളാഹു ദൈവത്തിന്റെ എല്ലാ സേവനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. മുസ്ലിമിനെ അഭിമാനിക്കാം, എപ്പോഴും വലിയ അഭിമാനം. ഞാൻ ഇന്നലെ അവിടെ ചെല്ലുമ്പോൾ ഒരു സദസ്സുമായി ബന്ധപ്പെട്ടാണ് അവിടെ എത്തിയത്. അപ്പൊ അതിൽ വന്നതാകുന്ന മറ്റു മതസ്ഥിരതാകുന്ന ആളുകൾ തന്നെ, മത നേതാക്കളുമൊക്കെ ആ സന്തോഷം പങ്കുവെക്കാൻ, ക്രൈസ്തവ നേതാക്കളും അല്ലാത്തവരുമൊക്കെ ആ സന്തോഷം പങ്കുന്നു. അവരൊക്കെ യൂസഫ് അലി സാഹിബിന്റെ ഈ നന്മയെക്കുറിച്ച് അവർ പ്രത്യേകം പുകഴ്ത്താണ്. അവർ പറഞ്ഞതാകുന്ന പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വാക്ക്, മുസ്ലിം സമുദായത്തിലും അല്ലാത്തതാകുന്ന ആളുകളും കേരളത്തിൽ ഒരുപാട് ധനികരുണ്ട്, സമ്പന്നരുണ്ട്. പക്ഷെ അവർക്കാർക്കും തോന്നാത്ത ഒരു മനസ്സ്, സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനുള്ള ഒരു മനസ്സ് ദൈവം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നവരെടുത്തു പറയാണ്. ശരിയല്ലേ ഇത് സഹോദരങ്ങൾ? സമ്പത്തില്ലാത്ത ഒരുപാട് ആളുകൾ, പണച്ചാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് പണമുള്ള ആളുകളുണ്ട്. പക്ഷെ ഇതുപോലെ കൊടുക്കാനുള്ള ഒരു മനസ്സ്, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ, നിരാലംബർക്ക് അവലംബമാകാൻ, അവരോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സ്, എല്ലാവരും ആട്ടി ഓടിക്കുന്ന, സ്വന്തം മക്കൾ പോലും നോക്കാതെ പുറത്തുള്ളതാകുന്ന ആളുകളെ കൊണ്ടുവന്ന് ചേർത്ത് നിർത്തി അവർക്ക് കട്ടിലും ബെഡും സൗകര്യവും, താമസിക്കാനുള്ള സൗകര്യവും, അവർക്ക് വേണ്ടുന്ന വിഭവസമൃദ്ധമാകുന്ന നല്ല ഭക്ഷണവും, അവർക്ക് വേണ്ടുന്നതാകുന്ന വസ്ത്രവും, അവർക്ക് വേണ്ടുന്ന ടോയ്ലറ്റ് സംവിധാനങ്ങളും എല്ലാം. രാവിലെ 4:30 മണിയാകുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള ആളുകളുണ്ട്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്തിയ സുഖമില്ലാത്ത ആളുകൾ, കിടപ്പിൽ തന്നെ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ആളുകൾ. അവരെയൊക്കെ വന്ന് രാവിലെ വന്ന് ഒരു ടീംസ് വന്ന് എടുത്തുകൊണ്ടുപോയി കുളിപ്പിക്കും.
അത് കഴിയുമ്പോൾ അടുത്ത ആളുകൾ നേരം വെളുത്തൊരു 8 മണിക്ക് മുമ്പായിട്ട് എല്ലാ പ്രൊസീജിയറും കഴിയും. റൂമും കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കി നല്ല ക്ലീനാക്കി ഹൈജീനിക്കാക്കി കൊണ്ടുപോകാൻ. എല്ലാവർക്കും ആ കിടപ്പ് രോഗികൾക്ക് അവിടെ തന്നെ വന്ന് ഭക്ഷണം കൊടുക്കാൻ, വാരി കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുന്നു. അല്ലാത്ത ആളുകൾ അവിടെ എത്തിക്കുന്നു. അല്പം ആരോഗ്യമുള്ള ആളുകൾക്കൊക്കെ ലിഫ്റ്റിൽ താഴോട്ട് വന്നാൽ അവിടെ ഭക്ഷണം കറക്റ്റായിട്ട് ക്യാൻറ്റീന് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കാൻ. കണ്ടു കഴിഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോകും. നമ്മൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഒന്ന് പോകണം, വല്ലപ്പോഴും ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുന്നവരാവുകയുള്ളൂ. അള്ളാഹു നമ്മുടെ മക്കളെല്ലാം സ്വാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ആ ഗാന്ധി ഭവന്റെ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നതാകുന്ന മുഴുവൻ ആളുകൾക്കും, അതുപോലെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്, ഒന്നല്ല ധാരാളമുണ്ട്. 1000-ലധികം വൃദ്ധസദനങ്ങളുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ. മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നവർക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊന്നും അത്തരത്തിലുള്ളൊരു സ്ഥാപനത്തിന്റെ അന്തേവാസികളായി പെടാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ തീർച്ചയായും മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഗൾഫിൽ കിടക്കുന്നതാകുന്ന മക്കൾ പാപ്പായും ഉമ്മയും നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ളതാകുന്ന സ്ഥാപനങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു യുഗമാണിത്. പൈസ വേണേ തന്നേക്കാം, വാപ്പയെ നോക്കാൻ പറ്റൂല, പൈസ വേണേ തന്നേക്കാം, ഉമ്മയെ നോക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പുതിയ തലമുറ മാറുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെല്ലാം സ്വാലിഹീങ്ങളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ.